പണിക്കകത്ത് പറഞ്ഞ എറണാകുളത്തിൻ്റെ പിതാവായിരുന്നേ. ഞങ്ങൾ സെമിനാരി പഠിക്കും, ഞങ്ങളുടെ സോഷ്യോളജിയുടെ പ്രൊഫസറായിരുന്നു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഞങ്ങളോട് ക്ലാസ്സിൽ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞത്, ഈ സെൻറ്റ് മേരീസ് ബസിലിക്ക ഉണ്ടല്ലോ എറണാകുളത്തെ, അപ്പോൾ അവിടെ കൊച്ചിയിൽ മദറിന് ഇതുണ്ട്, ഹൗസുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് മദർ ഈ സെൻറ്റ് മേരീസ് ബസിലിക്കായി കയറി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. ഒരു മദറിനോട് ഒരു സിസ്റ്ററൂടെ ഉണ്ട്. അപ്പോൾ അവർ അന്നേരം ബസിലിക്കയിൽ എപ്പോഴും ഒരു 5-6 പേര് അല്ലെങ്കിൽ ഒരു 10 പേര് ചുറ്റുവട്ടത്തിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു, ഇപ്പം ഞാൻ പോകുമ്പോഴും കണ്ടിട്ടുണ്ട്, അങ്ങനെ എപ്പോഴും ഉണ്ട് കുറേ പേര് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ. അപ്പോൾ അവർ മദർ കയറുന്ന കണ്ടു. അന്ന് മൊബൈലില്ലെന്ന് ഓർക്കണം, അത്ര ഒരു 10-30 വർഷം ഒരു മുമ്പാണ്, മൊബൈലില്ല. ഈ മദർ കയറി ഫ്രണ്ടിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയി. അന്നേരത്തിന് ഇതിനകത്തിരുന്നവരെല്ലാം ഇറങ്ങി അവരങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറഞ്ഞിങ്ങനെ മദർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് മദർ ഒരു 10 മിനിറ്റ് റൗണ്ട് പ്രാർത്ഥിച്ചിങ്ങനെ ഇറങ്ങിയപ്പോഴത്തേനും സെൻറ്റ് മേരീസ് ബസിലിക്ക മുഴുവൻ നിറഞ്ഞെന്നാണ് പറഞ്ഞ ആളുകളെ കൊണ്ട്. അതിൻ്റെ അങ്കണം മുഴുവൻ നിറഞ്ഞു, റോഡ് വേ നിറഞ്ഞെന്നാണ് പറഞ്ഞു. പിന്നെ പോലീസ് വന്നിട്ട് വാരിക്കേട് കിട്ടിയ മദറിനെ ഇറക്കി വിട്ടേന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും സമയം കൊണ്ട് അച്ഛനിങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം, ഇങ്ങനെ നമുക്കൊരു പരിപാടിയൊക്കെ നടത്തുമ്പോൾ അതിനകത്ത് ആൾക്കാരെ ക്ഷണിക്കാൻ വേണ്ടി അന്ന് ഈ ഫ്ലെക്സ് ഒന്നും ആയില്ല, ഈ ബാനറുകൾ കെട്ടും, മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്താലും ഒരാളെ വളരെ ഒരു മെലിഞ്ഞ ഒരു സമൂഹത്തെ കിട്ടാറുള്ളേ. ഇത് അത്രയും പെട്ടെന്നേ, അതിനൊരു ഉദാഹരണം പറഞ്ഞതാണ് മദറിൻ്റെ ആ ആകർഷണ ശേഷിയെ. അങ്ങനെയൊക്കെ മദറിനെ കുറിച്ച് ഇങ്ങനെ കേട്ട് ഇങ്ങനെ പിന്നെ മദർ ഇങ്ങനെ തൃശ്ശൂർ വന്നപ്പം ഒരുവിധം അടുത്തുനിന്ന് കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ കുറ്റിക്കലച്ചൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വന്ന നേരത്തേനും യുദ്ധകാല അടിസ്ഥാനത്തിലും കണ്ട് അങ്ങനെ പണിയുമില്ല റോഡൊക്കെ, അങ്ങനെ പണിത് മദർ അതിൻ്റെ വന്നപ്പോഴത്തേനും മദർ ഒരു ചെറിയ പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു, നോക്കി ഓർക്കുന്നുണ്ട്. ഇപ്പോൾ മദറിനെ ഏതാണ്ട് ഇത്ര അടുത്ത് കണ്ടെന്നേ. അപ്പം അന്ന് അങ്ങനെ മദറിനെ ഒരുവിധം അങ്ങനെ കണ്ടിട്ടുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ. പിന്നെ മദറിനെ ഞാനിങ്ങനെ ഈ സെമിനാരി പഠിക്കുമ്പോൾ ഇങ്ങനെ പ്രോസ് പോയംസ് പോലെ ഇംഗ്ലീഷിൽ കുറേ എഴുതിയായിരുന്നു, കവിതകൾ പോലെ. അപ്പം അത് മദറിനെ എന്തെങ്കിലും ഒന്ന് കൊടുക്കാനും കൂടി അന്ന് പോയത്, പക്ഷേ അന്ന് നടന്നില്ല. അത് കുണ്ടുകുളം പിതാവിനെയൊക്കെ കണ്ട് പറഞ്ഞു, പക്ഷേ അത് എളുപ്പമല്ലായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നെ മദറിനെ ഞങ്ങൾ അയച്ചു കൊടുത്തു. അപ്പോൾ മദർ അതിന് മെസ്സേജ് അയച്ചു തന്നു. അപ്പോൾ അതൊരു ഭയങ്കര, മദറിന് നല്ല പ്രായമുള്ളപ്പോഴാണ് ഇങ്ങനെ മെസ്സേജ് അയച്ചു തന്നു. അപ്പോൾ അതിനകത്ത് ഇത്രയേ ഉള്ളൂ. പക്ഷേ അത്രയെന്ന് പറഞ്ഞാൽ മദറിൻ്റെ ഞാനിങ്ങനെ അറിഞ്ഞു, ഒരു സൈന് ഒറിജിനൽ സൈനിൽ 16 ലക്ഷം രൂപയ്ക്ക് കണ്ടൊക്കെ ലേലം പിടിച്ച ഇതുണ്ട്, ഒറിജിനൽ അത്രയും ഇതുണ്ട്. ഇത്രയും ഉള്ള ഒരു മെസ്സേജ് സെൻറ്റൻസാണ്. അതിനകത്ത് 2 പ്രാവശ്യം മദർ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കാന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ അന്നേ അത് ഞാനിപ്പോഴും ഇടയ്ക്ക് പ്രാർത്ഥിക്കും, മദറിനെ ഓർപ്പിക്കും, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഐ വിൽ പ്രേ ഫോർ യു. അത് ആ പുസ്തകത്തിലുണ്ട്, ഡാൻസിങ് ലവ് എന്ന പുസ്തകത്തിനുള്ള മെസ്സേജാണ്. മറ്റേ ആ ഒറിജിനൽ എവിടെയും എനിക്ക് മിസ് ചെയ്ത് പോയി, ഞാൻ തപ്പിയിട്ട് ഒന്നും കിട്ടില്ല, എവിടെ പോയെന്നെടുക്കരുത്. അങ്ങനെ മദറിന് ഇങ്ങനെയുണ്ടേ. അപ്പോൾ അങ്ങനെ മദറിനോട് ഭയങ്കര നമുക്കൊരു ക്ലോസ് ആയിട്ടുള്ള ഓർമ്മ ഉണ്ടായിരുന്നു, ഒരു സ്നേഹമുണ്ടേ. അപ്പോൾ ഞങ്ങളിങ്ങനെ 96 എവിടെ വരുന്നത്, 97 മദർ മരിക്കുന്നതേ. അപ്പോൾ ഇങ്ങനെ അന്ന് ഞാനും ജോണി മദർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് എല്ലാ ദിവസവും തന്നെ മദറിൻ്റെ കാര്യം എന്നേലുമൊക്കെ പറയും. അന്നൊരു ദിവസം ഇങ്ങനെ ഒരു വൈകുന്നേരം, ഞാനന്ന് വീട്ടിലൊന്നും അങ്ങനെ പോയിട്ട് പോകുന്നില്ലേ, വൈകുന്നേരം ഇങ്ങനെ ഈ അസീസി അച്ഛന്മാർ വരും ഭരണങ്ങാനത്ത് നിന്ന്, കപ്പൂച്ചനച്ഛന്മാർ. അന്നേരം അവർ കൊണ്ടുവന്ന് ഈ അസീസി മാസിക അങ്ങനെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് ഒരെണ്ണം ഒരു മാസിക എടുത്തിട്ട് ജോണി ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ കോളം വിട്ട് ഒരു വാർത്ത വന്നപ്പോൾ ജോണി എന്നെ വായിച്ച് കേൾപ്പിച്ചു. അത് ഇങ്ങനെയാണ്, മദർ തൻ്റെ ചികിത്സയ്ക്കെത്തിയ വിദഗ്ധ ഡോക്ടർ സംഘത്തോട് മദർ പറഞ്ഞു, എന്നെ ഒരു പാവപ്പെട്ടവളെ പോലെ മരിക്കാൻ അനുവദിക്കുമെന്ന്. അപ്പോൾ മരിക്കാൻ കിടക്കുമ്പോഴും അത് നമ്മളങ്ങ് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങ് ഭയങ്കര ഫീലായിപ്പോയേ. മരിക്കാൻ കിടക്കുമ്പോഴും മദറിൻ്റെ ആ ഒരു മനസ്സിൻ്റെ നിലപാടേ നമുക്ക് അന്നേരം ഭയങ്കര, എനിക്ക് ഒരു പ്രത്യേക അവസ്ഥയിലായിപ്പോയി അങ്ങനെ അത് കേട്ടിട്ടേ. അങ്ങനെ ഒരു അസ്വസ്ഥതയോടുകൂടെ ഞാൻ പിന്നെ അന്ന് വൈകിട്ട് ഭക്ഷണമൊന്നും കഴിച്ചില്ല, കുരിശും വരച്ചില്ല. അതുപോലെ കിടക്കാനും ഇപ്പം പോലെയുള്ള സൗകര്യം പോലുമല്ലോ, ഇങ്ങനെ ഒരു സ്ഥലമൊക്കെ അറേഞ്ച് ചെയ്ത് കിടന്നു. ഒരു 7-7:30 സമയം അത് കഴിഞ്ഞൊരു 9-10 മണിയോടുകൂടെ ഉറങ്ങിക്കാണും, ആ ചുറ്റുവട്ടത്തിൽ ഉറങ്ങിയേ. പക്ഷേ ഭയങ്കര ഒരു പ്രത്യേക അസ്വസ്ഥയുണ്ട് എനിക്ക്, എൻ്റെ നമുക്ക് പറഞ്ഞയക്കാൻ പറ്റാതെ. പിന്നെ പിറ്റേ ദിവസം ഇങ്ങനെ ഞങ്ങൾ പേപ്പറൊന്നും വായിക്കുന്നില്ലല്ലോ, അപ്പോൾ ഇതിലെ ഇങ്ങനെ ആ താഴെയുള്ള വീട്ടുകാരൊക്കെ അന്നിങ്ങനെ ഇതിലേ കയറി പശുവിനെയും കൊണ്ടുവരും. അപ്പോൾ നമ്മുടെ ആ മുറ്റത്ത് നിൽക്കുന്ന ആ പേടിൻ്റെ ചോട്ടിൽ നിന്നിങ്ങനെ കൊണ്ടുവന്ന ഒരാളിങ്ങനെ വർത്തമാനം പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, മാതൃശ്യം മരിച്ചു പോയെന്നേ. അന്നേരം ഇങ്ങനെ അറിയുന്നു നമ്മൾ പറഞ്ഞ അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ ഈ ലോകനേത അങ്ങനെയുള്ള ഒരു ജോൺ പോൾ മാർപ്പാപ്പായും ഈ മദറും ഒക്കെ ഉള്ള അങ്ങനെ നമ്മൾ ഫീൽ ചെയ്ത് സ്നേഹിച്ച ആൾക്കാരെ. അപ്പോൾ അത് ഭയങ്കര ഒരു ഇതായി. അപ്പോൾ ഞങ്ങൾ അന്നേരം ഉള്ള പൈസയൊക്കെ എടുത്തുകൊണ്ട് മുണ്ടക്കയത്ത് പോയിട്ട് കിട്ടാവുന്ന പേപ്പറൊക്കെ മേടിച്ചു. പേപ്പർ ഇംഗ്ലീഷ് മലയാളം എല്ലാം മേടിച്ചു. കുറേ തീർന്നു പോയായിരുന്നു. അന്നും മദറിൻ്റെ ഈ മരിച്ച വാർത്ത വന്നത് പേപ്പറുകളുടെ എല്ലാം മിക്ക പേപ്പറുകളും ഫ്രണ്ട് പേജ് മുഴുവൻ ഒറ്റപ്പടം മദറിൻ്റെ, ഒന്നും
പിന്നെ വാർത്ത പോലും പിന്നെ അടുത്ത പേജിൽ എഴുതിയില്ല. അത്രയും ഇത് ചെയ്താണ് മദറിനെ അന്ന് അവർ മാധ്യമക്കാർ ഇത് ചെയ്തത്. അപ്പോൾ അങ്ങനെ വായിച്ചു. അങ്ങനെ വായിച്ചപ്പോഴാണ് അറിയുന്നത് മദറിന് അന്നേരം ആ ഒരു 7:30 സമയത്താണ് മദറിൻ്റെ രോഗം കൂടിയതും ഒരു 9 മണി ആ ചുറ്റുവട്ടത്ത് മരിക്കുകയും ചെയ്തു. എന്നാലും ശരിക്കും ഒരു ടെലിപ്പതി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലത്തെ അങ്ങനെ ഒരെണ്ണം ഉണ്ടായേ. അങ്ങനെ അത് പിന്നെ പേപ്പറൊന്നും അങ്ങനെ മേടിക്കാൻ പോയില്ല. ഇവിടെ ആൾക്കാർ അന്നേരം ഈ മദർ മരിച്ചപ്പോൾ ഭയങ്കര ഒരു വൈബ്രേഷൻ ഉണ്ടല്ലോ നാട്ടിൽ. അങ്ങനെ അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടുതൽ ആൾക്കാർ ഈ ചുറ്റുവട്ടത്തിൽ നിന്നൊക്കെ കയറി വരാൻ തുടങ്ങി. അപ്പോൾ അവരിങ്ങനെ മദറിനെ കുറിച്ച് വായിച്ച കാര്യങ്ങളൊക്കെ പറയാൻ എല്ലാവർക്കും ഒരു ആവേശമാണല്ലോ. അങ്ങനെ അവർ പറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ കേട്ടു. അത് കഴിഞ്ഞ് എങ്ങനെ ഞാൻ അടക്കിന് പോകണമെന്നൊന്നും അങ്ങനെ ചിന്തിക്കുന്നില്ലേ. അങ്ങനെ ഒരു ദിവസം കുറേ ദിവസം കഴിഞ്ഞപ്പം ഈ പശുവിനെ കെട്ടാൻ വന്ന ആൾ വീണ്ടും കയറി വന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പിന്നെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അന്നേരം പുള്ളി പറഞ്ഞു മാത്രേസയുടെ അടക്ക് നേരത്തെ സെപ്റ്റംബർ 5-നാണ് മരിക്കുന്നത്. ആദ്യം ഒന്ന് നിശ്ചയിച്ചായിരുന്നു ഒരു ദിവസം. ആ അടക്ക് ആ ദിവസം അടക്ക് മാറ്റി വെച്ചു, 13-ാം തീയതിയിലേക്ക് മാറ്റി വെച്ചു, സെപ്റ്റംബർ 13-ന് മാറ്റി വെച്ചു. അതിന് കാരണം അമേരിക്കൻ പ്രസിഡൻ്റ് അന്ന് ബിൽ ക്ലിൻ്റനും നെൽസൺ മണ്ടേല അറിയാമല്ലോ ക്കും വരാനുള്ള ആഗ്രഹമുണ്ട്, അതുകൊണ്ട് മാറ്റി വെച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ലീപ്പ് ചെയ്ത് ചിന്തിക്കുന്ന ഒരു നേച്ചറാണ്. അപ്പോൾ ഞാനോർത്ത് അവർക്ക് വരാമെങ്കിൽ പിന്നെ എനിക്കും പോകത്തില്ല എന്നുള്ള രീതി ഞാൻ പെട്ടെന്ന് പറഞ്ഞ് വേണ്ടി വന്നാൽ ഞാനും പോകുമെന്ന് പറഞ്ഞു. അതൊരു ഒരു വാക്കിന് ഭയങ്കര പവറാകട്ടോ. വേണ്ടി വന്നാൽ ഞാനും പോകുമെന്ന് പറഞ്ഞ് ആ വാക്കങ്ങ് പറഞ്ഞത് ഏതോ ഒരു ഭയങ്കര ഒരു ഊർജ്ജം, നമുക്ക് ഉത്സാഹവും ഊർജ്ജം എല്ലാം കൂടെ ഇങ്ങ് വന്നു. പിന്നെ നമുക്ക് അടക്കാണല്ലോ, ഇത് ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ജോണിയോട് ചോദിച്ചു, ജോണി എന്നാൽ ഞാൻ അടക്കിന് പോട്ടെ. അപ്പോൾ ജോണിക്ക് അന്നേരം ആദ്യം ഇതിനെക്കുറിച്ചുള്ള വലിയ ആലോചനയൊന്നുമില്ല, കൊള്ളാൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞങ്ങളിങ്ങനെ ഒരു പാൻസും 2 ഷർട്ടും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ. അതൊക്കെ എടുത്തിട്ട് 33 രൂപയും ഉണ്ട് കയ്യിൽ. അത് അന്വേഷിച്ച് ഇങ്ങനെ ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യമില്ല. 10-25 വർഷം മുമ്പാണല്ലോ. അന്നേരം കാഞ്ഞിരപ്പള്ളി നമ്മുടെ രൂപതയിൽ നിന്ന് പാസ്റ്റർ സെൻ്ററിൽ നിന്ന് ആരെങ്കിലും പോകുന്നുണ്ടോ എന്ന് അറിയാൻ അവിടെ പോയി അന്വേഷിച്ചു. അന്നേരം അവിടെ നിന്ന് ആരും പോകുന്നില്ല. എന്നാൽ പിന്നെ അസിസി ആശ്രമത്തിൽ നിന്ന് പോകുന്നോർത്ത് പറഞ്ഞാനത് ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ നിന്നും ആരും പോകുന്നില്ല. അപ്പോൾ അന്നേരത്തിന് എനിക്ക് ഇച്ചിരി സങ്കടമൊക്കെ വരുമല്ലോ. അത് മാത്രമല്ല, പിന്നെ അറിയാൻ കഴിഞ്ഞ വാർത്ത എന്ന് പറയുന്നത് അന്ന് ഈ ട്രാൻസ്പോർട്ട് ബസ്സുകൾ ഇതിലെ കുറവാണ്, പ്രൈവറ്റ് ബസ്സുകളേ ഉള്ളൂ. അപ്പോൾ അത് പിറ്റേ ദിവസം പ്രൈവറ്റ് ബസ് സമരമാണെന്നുള്ള അത് എന്ന് പറയുന്നത് വണ്ടി പിന്നെ വളരെ കുറവായി. ഇവിടുന്ന് നമുക്ക് മുറിഞ്ഞ വഴി അവിടെ ഇറങ്ങി നിന്നാലേ പിന്നെ വണ്ടിയുള്ളൂ. അത് അങ്ങനെയുള്ള നെഗറ്റീവ് വാർത്തയും കിട്ടി. ഉണ്ടായിരുന്ന ഡ്രസ്സൊക്കെ മുഷിയുകയും ചെയ്തു, ഉണ്ടായിരുന്ന പൈസ എല്ലാം തീരുകയും ചെയ്തു. ഞാൻ പിന്നെ വൈകിട്ട് വലിയ സങ്കടമൊന്നും വരാതെ തിരിച്ച് ഒരു 9:30 ആയപ്പം ഇവിടെ വന്ന് കിടന്നു. പിറ്റേ കുഴപ്പമൊന്നുമില്ല, പോകണമെന്ന് പിന്നെ അങ്ങനെ ആലോചിക്കുന്നൊന്നുമില്ല. അതിൻ്റെ സാധ്യതകളെല്ലാം ആ രീതിയിൽ അങ്ങ് തീർന്നല്ലോ. പിറ്റേ ദിവസം എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര പ്രേരണ പോകണമെന്ന്. ഞാനന്നേരം ജോണിയോട് പറഞ്ഞു, ജോണി ഞാൻ ഇങ്ങനെ ഭയങ്കര പ്രേരണയാണല്ലോ, പൊക്കോട്ടേന്ന് ചോദിച്ചു. എന്തായാലും ജോണി ഇവിടെ ഒറ്റയ്ക്കാണെന്ന് ഓർക്കണേ, ഇത്രയും ഞങ്ങൾ വന്നതല്ലേ ഉള്ളൂ. ഈ പട്ടിക്കാട്ടിൽ ഇങ്ങനെ ജോണി ഒറ്റയ്ക്കിട്ടേച്ച് പോകുന്നതിൻ്റെ ഒരു വലിയ വേദന എനിക്കുണ്ട്, ജോണിക്കും കാണും. അങ്ങനെ ഒറ്റയ്ക്കാവുന്നതിൻ്റെ അല്ല, ഞാൻ അങ്ങ് അകലേക്കൊക്കെ പോകുന്നത് ജോണി ഇരുന്ന് കരയാൻ തുടങ്ങും, കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചെന്നാൽ എനിക്ക് ഭയങ്കര പ്രേരണയാണ്. എന്നാൽ ഞാൻ ചോദിച്ചു, എനിക്കൊരു അടയറിയാമല്ലോ, നമ്മൾ ഒരട ഉണ്ടാക്കി തരാമെന്ന് ചോദിച്ചു. അപ്പോൾ ജോണി അതൊന്നും ചെയ്യുന്നില്ല, കരഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പിന്നെ താഴെ പോയി ഒന്ന് കുളിച്ചു, ഞാൻ തന്നെ ഒരട ഉണ്ടാക്കി തിന്നു, ഈ മുഷിഞ്ഞ ഡ്രസ്സ് തന്നെ എടുത്ത് ധരിച്ചു. അന്നത്തേനും ജോണി ഇങ്ങനെ ബൈബിളിൽ നിന്ന് നമ്മളൊരു പെട്ടെന്നൊരു പുതിയ നിയമത്തിൻ്റെ ഇതുണ്ടായിരുന്നു, അതെടുത്തിട്ട് ഇങ്ങനെ പെട്ടെന്ന് തുറന്നിട്ട് പ്രാർത്ഥിച്ചൊന്നുമല്ലേ, പെട്ടെന്ന് തുറന്നിട്ട് ഇങ്ങനെ വായിക്കുക, ഒരു മെസ്സേജ് കിട്ടാത്തൊക്കെ രീതിയിലാണ്. അപ്പോൾ ഞാനും ഓർത്തു, ജോണി ഇങ്ങനെ കുറേ വായിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ ഒരു ബൈബിളിൽ നിന്നൊരു മെസ്സേജ് കിട്ടുവാണെങ്കിൽ നല്ലതാണല്ലോ. അതോർത്തോട് ഞാൻ ഭയങ്കര ആകാംക്ഷയോടെ പോയി നോക്കിയപ്പം കണ്ണിൽ ഇത്രയും ഇതുണ്ടല്ലോ. കണ്ണിൽ വേറൊന്ന് നേരെ ആദ്യം പെടുന്ന ഇതാണ്, ഈശോ പറഞ്ഞു മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ, നീ പോയി ദൈവരാജ്യം. അതാ കാണുന്നത്. അപ്പോൾ നമ്മൾ ഒരു അടക്കിന് വേണ്ടി പോകാനൊരു മെസ്സേജ് നോക്കുമ്പോൾ ബൈബിളിൽ ഇതുപോലെ വിലക്കുന്ന ഒരു മെസ്സേജും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഈ വചനം ഇതിനാണല്ലോ ജോണി എന്നുള്ള പറഞ്ഞേച്ച് ഞാനിങ്ങനെ. പക്ഷേ ആ ദിവസങ്ങളിൽ ഞാനിങ്ങനെ ഈ ഈശോയുടെ മരുഭൂമി പരീക്ഷ ഇങ്ങനെ ധ്യാനിക്കുന്നുണ്ടായിരുന്നേ. അത് മരുഭൂമി പരീക്ഷയിലും വചനം വെച്ചാണല്ലോ പിശാച് ഈശോയോട് പറയുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ ഇതിനെ അങ്ങ് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഞാൻ വീണ്ടും പോകാനുള്ള ഇതിൽ അങ്ങനെ നമുക്ക് ഇത് ഭയങ്കര ഊർജ്ജം കൊടുക്കണം ഇതിനൊക്കെ. ഇപ്പം പെട്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അങ്ങനെ പോകാൻ വേണ്ടി വീണ്ടും നിൽക്കുക. പിന്നെ അന്നേരത്ത് ഞാൻ പിന്നെ പ്രാർത്ഥിച്ചൊരുങ്ങി, മിഖായേൽ മാലാഖയോടും റഫേൽ മാലാഖയോടും ഗബ്രിയേൽ മാലാഖയോടും ഒക്കെ പ്രാർത്ഥിച്ചു, വിശുദ്ധരോടും ഒക്കെ പ്രാർത്ഥിച്ച് പിന്നെ വചനം തുറന്നു കഴിഞ്ഞപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഈശോയെ അടക്കുന്ന ഭാവമാണ് കിട്ടിയത്. അത് നല്ല ഇതാണല്ലോ. അപ്പോൾ ഞാനതൊന്ന് വായിച്ചപ്പോൾ പെട്ടെന്ന് ഓർത്തെന്നാൽ ഇവർ അതിനകത്ത് 2 പേരുണ്ട്, ജോസഫോ പരിമിതിയായുണ്ട്, നിക്കോദോമസും കൂടെയാണ് അടക്കുന്നത്. അന്നേരം അവരോടെന്നാൽ ഒന്ന് മധ്യസ്ഥം തരിയേക്കാം എന്ന് പെട്ടെന്നൊരു പ്രേരണ കിട്ടി. അന്നേരം അവരോട് പ്രാർത്ഥിച്ച് ഇങ്ങനെ അങ്ങനെ ഉള്ളിലേ. അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര കേട്ടോ, അവർ ഈ 2000 വർഷമായിട്ട് അടക്കിന് പോകാൻ ആരും മധ്യസ്ഥം തേടിയല്ല. എന്നാണെങ്കിലും അവർ സജീവരായി, അവർ ഭയങ്കരമായിട്ട് ഒരു ഇടപെടുന്നു. അങ്ങനെ നമുക്കൊരു ഇത് ബലം കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഒരു ഇതായി. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു പ്ലാസ്റ്റിക് കൂടിനകത്തോട്ട് ഈ ഡാൻസിങ് ലവ് എന്നാണ് അതിൻ്റെ പേര്, ഇത് കൂട്ട് ഒരു 5 കോപ്പി എടുത്ത്, എത്രയേ ഉള്ളേ, എന്നിട്ട്
പിന്നെ അവിടെ ആ മാതാവിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ഒരു പോക്കറ്റ്, അവിടെ ഒരു കുഞ്ഞു ബൈബിളുണ്ട്, അതും എടുത്തൊരു കൂട്ടി വെച്ച് ഒരു കുട എടുത്തെന്ന് തോന്നുന്നത്. ഇങ്ങോട്ട് പോകാമെന്ന് ഓർത്തോണ, എന്നാൽ അവിടെ കൽക്കട്ടയ്ക്ക് പോകാമെന്ന് ഓർത്തോണേ. അങ്ങനെ അങ്ങ് പോവാം. ഡ്രസ്സ് മുഷിഞ്ഞതാണ്, ഇതൊക്കെ കൂട്ടിൽ ഇതേ ഉള്ളൂ. അപ്പം ഇങ്ങനെ പോകുമ്പോഴെല്ലാം എനിക്ക് ജോണി അതൊക്കെയാലും കരഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ അന്നേരം ഇങ്ങനെ പോകാൻ നേരത്താണ് രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് പെട്ടെന്ന് കാര്യങ്ങളായി. അന്ന് ബാക്കിയെല്ലാം പൈസ തന്നിരുന്നത് അതെല്ലാം ദൈവത്തിൻ്റെ ഒരു പർപ്പസായിരുന്നു. 5 രൂപയേ ഉള്ളൂ ബാക്കി. 5 രൂപയും ഉണ്ട്. 5 രൂപ എന്ന് പറഞ്ഞാൽ മദർ തെരേസ ഇറങ്ങിത്തിരിക്കുമ്പോൾ മദറിൻ്റെ 5 രൂപയുള്ളേ. കൃത്യം അങ്ങനെ മദർ അങ്ങനെ 5 രൂപയും കൊണ്ട് ആദ്യം ഇറങ്ങിത്തിരിക്കും. പിന്നെ മദർ ഇറങ്ങിത്തിരിക്കുന്നതിനുള്ള പ്രചോദനം കിട്ടിയത് മദർ ഒരു ധ്യാനത്തിന് പോയിട്ട് ഇങ്ങനെ ട്രെയിനേ വരുമ്പോഴാണ്. അത് കൃത്യം സെപ്റ്റംബർ 10 അന്ന് സെപ്റ്റംബർ 10 കൃത്യം 5 രൂപയും. അത് ഭയങ്കര ഇങ്ങനെ ഓരണമെങ്കിൽ ഭയങ്കര ദൈവത്തിൻ്റെ ഇതാണല്ലോ. മദറിന് അങ്ങനെ ഇറങ്ങിത്തിരിക്കാമെങ്കിൽ പിന്നെ എനിക്ക് പറ്റിയല്ലേ എന്നോർത്തുകൊണ്ട് ഞാനങ്ങ് പോയി. അപ്പം ജോണിക്കും ഇതൊക്കെ അറിയാം. അങ്ങനെ പോയി നടന്ന് ഒരു പോകുന്ന വഴിക്ക് ആരോടെങ്കിലും ഒക്കെ ഫിഷിയായിട്ട് പൈസ മേടിച്ച് പോകാൻ വേണ്ടിയാണ്. അപ്പോൾ ആദ്യത്തെ ഒരിടത്ത് നല്ല പരിചയമൊക്കെ ഉണ്ട്. അവർ തരുമെന്ന് നല്ലൊരു വിശ്വാസത്തോടെ ഒരിടത്ത് ചെയ്യുന്നു. അവിടെ ചെന്നപ്പോൾ അവരോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഞാൻ കൽക്കട്ടയ്ക്ക് മദർ തെരേസയുടെ അടക്കിന് പോകും, എനിക്ക് ചില വണ്ടിക്കൂലിക്ക് പൈസ തരാമോയെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു പൈസ ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് ഇപ്പം ഞങ്ങളിവിടെ വന്നപ്പോഴും വന്ന കാലമല്ലേ, ഇവിടെ വന്നപ്പോഴും നാട്ടിലൊക്കെ ആൾക്കാർ പറയാനുണ്ട്, ഇവർ ഇച്ചിരിയൊക്കെ പഠിച്ചതല്ലേ, ഇവരിങ്ങനെ വന്ന് ജീവിക്കുന്നതിന് എന്തെങ്കിലും ഒരു പന്തികേടായിരിക്കും എന്നുള്ള രീതിയിൽ. അപ്പോൾ അവരും ഇത് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ചോദിച്ച ആൾക്കാർ. അപ്പോൾ അവരും ഓർത്ത് ഈ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ മുഷിഞ്ഞ ഡ്രസ്സ് ഒരു പ്ലാസ്റ്റിക് കൂടൊക്കെ ആയിട്ട് പിടിച്ച് കൽക്കട്ടയ്ക്ക് മദറിൻ്റെ അടക്കിന് പോകാമെന്ന് പറഞ്ഞാൽ ഇച്ചിരി പന്തികേടാന്ന് എല്ലാവരും ചിന്തിക്കും. എനിക്കും തോന്നി എന്നുള്ളതാണ്. എനിക്കും ഒരു സംശയം, ഇത് വല്ല പന്തികേടുവാണെന്ന് ഞാനും ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. എന്നാണെങ്കിൽ ഇച്ചിരി സങ്കടമൊക്കെ വന്നു. ഞാനും ഇങ്ങനെ ചിന്തിച്ചു. എന്നിട്ട് പിന്നെ അടുത്തടുത്ത് പോകണമല്ലോ. പിന്നെ അങ്ങനെ ഏതോ ഒരു ശക്തി ഇങ്ങനെ മുന്നോട്ട് നയിക്കുന്നുണ്ട്. കുറേ പ്രതിബന്ധങ്ങൾ ഇങ്ങനെ പുറകോട്ട്. ജോണി ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. വീട്ടിലറിഞ്ഞ് അവർ ചാച്ചനും അമ്മയൊക്കെ സെൻസിറ്റീവാണ്. അവർ വേണമെങ്കിൽ അറ്റാക്ക് വന്ന് മരിച്ചുകൂടെ പോകും. അങ്ങനെയൊക്കെയുള്ള അങ്ങനെ പേടിപ്പിക്കുന്നുണ്ട്. അത് ഒരു റിയലായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടോ. എന്നാണേലും അടുത്തടുത്തോട്ട് പോയി അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പൈസ കൈകാര്യം ചെയ്യുന്ന ആളില്ലെന്ന് പറഞ്ഞേ. അപ്പം ഞാൻ ചോദിച്ചു, എന്നാൽ എനിക്ക് നമ്മുടെ ഇവിടെ ഒരാളുകൂടെ ഉണ്ടായിരുന്നു, ഒരു കുണ്ടുപറമ്പിലെ ഒരു പ്രസാദ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ, ഒരു 6 മാസം ഉണ്ടായിരുന്നു. പുള്ളി സെമിനാരി പോയി ഇൻസ്പിറേഷൻ കിട്ടി, ലേറ്റ് ഒക്കേഷനായിട്ട് പോയിട്ട് അവിടെ ഇപ്പം അച്ഛനായി. അപ്പോൾ അന്നേരം പുള്ളി പൊടിമറ്റത്തെ മൈനസ് സെമിനാരിയിലുണ്ട്. അപ്പോൾ അവിടെ പോയി ഒന്ന് പുള്ളിയെ കാണാമെന്നുള്ള, അവിടം വരെ പോകാനുള്ള ഒരു വണ്ടിക്കൂലി, ഒരു സ്റ്റെപ്പ് ആണല്ലോ ആരെങ്കിലും നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാനേ. അപ്പോൾ അവിടെ ചെല്ലാനുള്ള വണ്ടിക്കൂലി തരാമെന്ന് ചോദിച്ചപ്പം അവരൊരു 15 രൂപ തന്നു. അതൊക്കെ ആയിട്ട് ഞാനിങ്ങനെ പോന്നപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ ഓർക്കണം, ഇപ്പം പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ വഴിക്ക് ആരെയും നമ്മൾ കാണരുത്. അവർ ചോദിക്കില്ല ഇത് എങ്ങോട്ട് പോകുക. അതായത് നമ്മളിങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് തന്നെ ഒരു സംശയം ഉണ്ടല്ലോ, ഇത് വല്ല ഇതാണോന്നേ, പന്തികേടാണോ. അങ്ങനെ പേടിച്ച് വരുമ്പോൾ ഉണ്ട്. അന്ന് ഇവിടെ ഇത് നോക്കുന്ന ഒരു അച്ഛനുണ്ടേ, ഒരു PDSും ഇടവയായില്ല, അങ്ങനെയെല്ലാം കൂടെ ഞങ്ങളെ അറിയാം, പേരൊക്കെ അറിയാം. അന്നേരം കൃത്യം അച്ഛൻ്റെ ഫ്രണ്ടിൽ പെട്ടു. അച്ഛനൊരു ജീപ്പൊക്കെ ഓടിച്ചുകൊണ്ട് വന്നു. എന്നോട് ചോദിച്ചു, സണ്ണി എവിടെ പോകാമെന്ന് ചോദിച്ചു. ജീപ്പ് നിർത്തിയിട്ടേ, അപ്പോൾ ആരും ചോദിക്കരുതെന്ന് ഓർത്തോണ്ടാണ് ഞാൻ പോകുന്നത്. അന്നേരം അച്ഛൻ ഞാൻ പറഞ്ഞു, അച്ഛൻ ഞാൻ കൽക്കട്ടയ്ക്ക് മദർ തെരേസയുടെ അടക്കിന് പോകാമെന്ന് പറഞ്ഞ്. അച്ഛൻ അന്നേരം എന്നെ ഇങ്ങനെ അടിമുടിയൊന്ന് നോക്കിയിട്ട് അച്ഛൻ മുടി എടുത്തുകൊണ്ട് ഒറ്റപ്പോക്ക്. അങ്ങനെ അത് നമുക്ക് അന്നേരം അങ്ങനെ ഒരു ഭയങ്കര ഇപ്പം പറയുന്നത് കുറച്ചാ എന്ന് പറഞ്ഞാൽ, അങ്ങനെ നമുക്ക് നമ്മുടെ സ്റ്റെപ്പുകളെല്ലാം ഇങ്ങനെ എല്ലാ രീതിയിലും ഒരു തരം ഇതുണ്ട്. അങ്ങനെ ഞാൻ നടന്ന് മുറിഞ്ഞുവഴി എടുക്കാറായി. അന്നേരം കുറച്ച് ഇപ്പുറത്ത് വന്നപ്പോൾ ഒരു ജീപ്പ് ഇങ്ങനെ വന്നേ. ജീപ്പ് വന്നപ്പോൾ അതേൽ ഞാൻ കൈ കാണിച്ചു, അവർ നിർത്തി. ഷട്ടിൽ ജീപ്പ് ഉണ്ടെന്ന് അതേ കയറിയപ്പം അതിൽ ഈ 23-ാം സങ്കീർത്തനത്തിന് ഗാനരൂപം വെച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ ഇടയന ഞാൻ വഴി നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇരുന്ന് ഇപ്പം നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരു വചനം കിട്ടുമ്പോൾ ഭയങ്കര ഒരു ബലമാണ്. അന്നേരം ഞാനിങ്ങനെ തലയൊക്കെ കുലുക്കി, കർത്താവിൻ്റെ ഇടയനെ എന്നെ വഴി നടത്തുമെന്ന് നമ്മുടെ ഉള്ളിൽ ഒരു ഭയങ്കര ഒരു ജീവൻ കിട്ടുവാണ്, ഒരു നല്ല ബൂസ്റ്റ് കിട്ടുവാണ്. അങ്ങനെ കിട്ടി. ഞാൻ പിന്നെ മുറിഞ്ഞുവഴ ചെന്നിറങ്ങി അവർക്ക് 5 രൂപ കൊടുത്തു. പിന്നെ മുറിഞ്ഞുവഴ കുറേ 1 മണിക്കൂർ നിന്നതിന് ശേഷം ഒരു ഗവൺമെൻറ് വണ്ടി വരുന്നത് ട്രാൻസ്പോർട്ട്, അതേ കയറി പൊടിമറ്റത്ത് ഇറങ്ങി. അന്ന് വണ്ടിക്കൂലി കുറവാണ്, അത് കാരണം 6-7 രൂപയേ ഉള്ളൂ പൊടിമറ്റം വരെ. അവിടെ ഇറങ്ങി ഈ പ്രസാദിനെ പോയി കണ്ടു. അന്നേരം അവിടെ നിന്ന് പുള്ളി ഒരു കാപ്പി തന്നു. അന്നേരം പുള്ളി പ്രോത്സാഹിപ്പിച്ച് ഇങ്ങനെയൊക്കെ ജീവിച്ച് കുറച്ച് നാളത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഒരു ഇതുണ്ടല്ലോ. പുള്ളി പറഞ്ഞ അച്ഛൻ വിടുവായിരുന്നെങ്കിൽ ഞാനിവിടെ വന്നേനെന്നൊക്കെ പറഞ്ഞു. പിന്നെ പോരാൻ നേരത്തെ ഒരു 50 രൂപയും തന്നു. അന്നേരം എല്ലാം കിട്ടുന്നതെല്ലാം ഭയങ്കര ഇതാണല്ലോ. പിന്നെ ഞാനിങ്ങനെ അവിടെ ഈ ഇത് തൂക്കിയിട്ടുണ്ട്, ഈ ഭാരതത്തിൻ്റെ മാപ്പൊക്കെ. അപ്പോൾ ഇങ്ങനെ വണ്ടി ഒന്നും അറിയാതെ ഒരു അന്ധകാരത്തിലേക്കാണല്ലോ. ട്രെയിനുണ്ടോ ട്രെയിൻ ഒന്നും അറിയത്തില്ല. അന്നേരം ഞാൻ അതിലിങ്ങനെ നോക്കി, ഇനിയിപ്പം നേരിട്ട് കിട്ടിയില്ലേ പോലും കയറി ഇറങ്ങി പോകാൻ വേണ്ടി ട്രെയിനുണ്ടോയെന്ന്. അത് ശരിക്കും ഒരു പൊട്ടം കൂട്ടി നിൽക്കുന്ന പോലെ നമ്മളിങ്ങനെ നോക്കുന്നത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ചുമ്മാ അങ്ങനെ നോക്കുക. അപ്പോൾ അന്നേരം അവിടെ ഈ പ്രസാദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അച്ഛനാ പഠിച്ചിരുന്ന അവരൊക്കെ ഇത് കേട്ട് ഞാൻ പോകുന്ന കാര്യത്തിൽ ഇങ്ങനെയൊക്കെ പോയി. അപ്പോൾ അന്നേരം ഈയിടെ കുറച്ച് നാൾ മുമ്പ് ഒരു അച്ഛൻ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു,
അന്ന് ബ്രദറാണ്. അന്ന് പുള്ളി പറഞ്ഞു, അന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ഞങ്ങൾക്കും തോന്നിയായിരുന്നു ഏട്ടാ വന്ധ്യേടാ, അവർ സാക്ഷ്യം പറഞ്ഞത് വന്ധ്യേടാ എന്ന് തോന്നിയായിരുന്നു പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ പുറത്തിറങ്ങി പൊടിമറ്റത്ത് വന്ന് കുറേ 1-2 വളഞ്ചെത്തിയവരൊക്കെ അറിയാവുന്ന അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പൈസ തന്നു വണ്ടിക്കൂലിക്കുള്ള. അത് കിട്ടി ഞാൻ പിന്നെ കോട്ടയത്ത് ചെന്ന് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് അന്വേഷിച്ചു. അന്നേരം അങ്ങോട്ട് ട്രെയിനില്ല, കൽക്കട്ടയ്ക്ക് നമുക്ക് അവറൊന്നും അറിയത്തില്ല. കൽക്കട്ടയ്ക്ക് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അവിടെ അവർ പറഞ്ഞു ഇവിടുന്നില്ല, എറണാകുളത്തു നിന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് അന്വേഷിക്കുന്നത് കേട്ട് ഒരു ടീച്ചറെ പൊടിമറ്റത്ത് അവിടെ നമുക്ക് അറിയാവുന്ന ഒരു ടീച്ചറുണ്ടായിരുന്നു. ടീച്ചർ ഒരു 100 രൂപ തന്നു ഇത് കേട്ടപ്പോൾ, ഇങ്ങനെ പോകുന്ന കേട്ടപ്പോൾ. പിന്നെ പക്ഷേ ടീച്ചറിൻ്റെ മകൻ എന്നെ പേടിപ്പിച്ചു. പുള്ളി പറഞ്ഞു, പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, പുള്ളി യാഥാർത്ഥ്യമായി ഇങ്ങനെ ലോങ് ട്രിപ്പൊക്കെ ഇങ്ങനെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ സാധനമൊക്കെ ആൾക്കാർ എടുത്തുകൊണ്ട് പോകുന്നു പറഞ്ഞു. എൻ്റെ സാധനം ഇല്ലല്ലോ. പക്ഷേ അത് ശരിയാണ്, ചെരുപ്പ് പോലും എടുത്തുകൊണ്ട് പോകും, ചെരുപ്പാണെങ്കിൽ പോലും എടുത്തുകൊണ്ട് പോകും. അങ്ങനെ പിന്നെ ഇത് മാത്രമല്ല, പുള്ളി പറഞ്ഞു ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റിലൊക്കെ പോയ ഇങ്ങനെ പകർച്ചവ്യാധികളുണ്ടല്ലോ, അങ്ങനെ അതും പകരും എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നമ്മളിങ്ങനെ ഒന്നാമത് ഇങ്ങനെ ഇത് നിൽക്കുകയല്ലേ, അന്നേരം ഇങ്ങനെയും കൂടെ കേൾക്കുമ്പോൾ നമുക്കൊരു, പക്ഷെ എന്നാലും അങ്ങ് അതിനെയൊക്കെ അവഗണിച്ച് പിന്നെ അവിടെ ഇത് വിൽക്കുന്നുണ്ടായിരുന്നേ, ഈ വഴി സൈഡ് വിൽക്കുന്ന ഇതുണ്ടല്ലോ. അപ്പം വേറെ ഒന്നും എൻ്റെ കയ്യിലില്ലല്ലോ. ഒരു ലുങ്കി മേടിച്ചു, ഒരു വില കുറഞ്ഞ വഴി സൈഡ് വിൽക്കുന്ന കൂട്ട് ഒരു 50 രൂപ പോലും ഇല്ലെന്ന്. പിന്നെ ഒരു തോർത്തും മേടിച്ചു, ഇച്ചിരി പലഹാരവും മേടിച്ചു. എന്നിട്ട് ഞാൻ എറണാകുളത്ത് ചെന്നു. അവിടെ അന്വേഷിച്ചപ്പം സൗത്താണോ നോർത്താണോ എന്ന് ചെന്നിടത്ത് നിന്ന് ടിക്കറ്റ് കിട്ടുമായിരുന്നു. അവിടുന്ന് ടിക്കറ്റ് എടുത്ത് കവറായിക്കുള്ള 260 രൂപ എങ്ങാണ്ടേ ഉള്ളൂ ജനറൽ കമ്പാർട്ട്മെൻറ്റിലെ. അങ്ങനെ എടുത്ത് ട്രെയിൻ വന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ കയറണ്ടായോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം ഓർക്കുന്നുണ്ടല്ലോ, ഇതെല്ലാം പേടിപ്പിക്കുന്നുണ്ട് എന്നെ. അന്നേരം എന്നതാണേലും ട്രെയിൻ വന്ന് നിർത്തി, അന്നേരം ഒന്നും കയറാൻ നിൽക്കുക. എന്നിട്ട് ഞാൻ ട്രെയിൻ അങ്ങ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓടി കയറിയപ്പോൾ അതിനകത്ത് നമുക്ക് ഇരിക്കാൻ പോയിട്ട് നിൽക്കാൻ പോലും ഇടയില്ലാത്ത പോലെ ടൈറ്റായിട്ടത് വരുന്നത്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കയറി നിൽക്കുവാണേ. കയറി നിന്ന് ഓരോ സ്റ്റോപ്പിൽ ചെല്ലുമ്പോൾ ഇറങ്ങി തിരിച്ചു പോരണമെന്നുള്ള ഇത് കിട്ടുന്നുണ്ട്, അപ്പം ഇങ്ങനെ തോന്നിപ്പിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാനങ്ങ് പോവുക. അന്നേരത്തിന് ഇങ്ങനെ ഈ സ്ട്രഗിളും എല്ലാം കൂടി വയറങ്ങ് ഡിസോർഡറായി, ഡിസെൻട്രിയും പിടിച്ചു. അന്നേരത്തെ നമുക്ക് ഇതിനകത്ത് പോകണം, ഈ പാൽസൊക്കെ ആയിട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അന്നേരം ഞാൻ ഈ കൈലി എടുത്തു കൊടുത്തു. അലക്കാത്തതാണല്ലോ, അത് വില കുറഞ്ഞ കൈലിയായിരുന്നു, അത് നീല ഇതായിരുന്നേ. അത് 2-3 പ്രാവശ്യം പോയിച്ച് വന്നപ്പോഴത്തേനും അതിൻ്റെ കളറെല്ലാം കൂടെ ഇളകി ഞാൻ നീലയായി. കളറെല്ലാം കൂടെ ഇളകി മേത്തല്ലേ ഈ കോളിക്ക് കളർ തെളിച്ചു വിടുന്ന പോലെ. എന്നിട്ട് അങ്ങനെ യാത്ര അങ്ങനെ പോയി. ഇവിടെ ചെന്നൈ വരെയും ചെന്നപ്പം അവിടം വരെ ഓരോ സ്റ്റോപ്പിലും ഇറങ്ങി തിരിച്ച് പോകണമെന്നുണ്ടായിരുന്നേ. ചെന്നൈയിലും ഇറങ്ങാമെന്ന് ചിന്തിച്ചു. അന്നേരം ഇരിക്കാൻ കിട്ടി. അതുവരെ ഇരിക്കാനും കിട്ടുന്നില്ല കേട്ടോ. ഇരിക്കാൻ കിട്ടി, അങ്ങ് ഇരുന്നു. ഇറങ്ങിയാലോ എന്ന് ഓർത്തുകൊണ്ടിരുന്നപ്പോൾ ട്രെയിൻ അങ്ങ് എടുത്തു. അന്നേരത്തിന് ഞാൻ പിന്നെ അന്ന് ഓർത്തു, ഇനി അങ്ങ് പോയേക്കാം, ഇനി ഇറങ്ങുന്നതിനെക്കുറിച്ച് പിന്നെ അങ്ങ് ചിന്തിക്കുന്നില്ല. അങ്ങനെ അങ്ങ് പോയി. ഇവിടെ ആന്ധ്രയിലും ഒക്കെ ഭയങ്കര ചൂടുമൊക്കെ ആയിരുന്നേ. ഞാൻ ഭക്ഷണം അധികം ഇച്ചിരി പലഹാരമൊക്കെ കഴിക്കുന്നുള്ളൂ, കുളിക്കുന്നില്ല, ഷേവ് ചെയ്യുന്നില്ല, ഒരു ഡ്രസ്സല്ലേ ഉള്ളൂ, വേറെ ഒന്നും ഇതില്ലല്ലോ. അങ്ങനെ അങ്ങ് പോകുന്നത്. അന്നേരം പോകുന്ന വഴിക്ക് ഇങ്ങനെ നമ്മുടെ അരിത്രയെന്നൊരു അച്ഛനും വേറെ ഒരാളൂടെ ഇങ്ങനെ മദറിൻ്റെ അടുക്കിന് പോകുന്നവരെ പരിചയപ്പെട്ടു. അവർ ഇങ്ങനെ പോവുക. അപ്പോൾ അങ്ങനെ ഇറങ്ങാൻ നേരമായപ്പോൾ അവരൂടെ ഉണ്ട് കൂട്ടെ. പക്ഷേ ഞാനന്നേരത്തേനും ഇങ്ങനെ വല്ലാതെ മടുത്തിട്ട് വെള്ളവും അങ്ങനെ അതും കുടിക്കുന്നില്ല. ഡിസെൻട്രി എല്ലാം കൂടി ആയിട്ട് ദാഹമെന്ന് പറഞ്ഞാൽ മരിച്ചു പോകുന്ന പോലത്തെ ദാഹമായി. അത്രയും എനിക്ക് മിണ്ടാൻ പോലും പറ്റാത്ത പോലെ ദാഹമായി. ഞാനന്നേരം ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങുമ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങുന്നത്, എനിക്ക് ദാഹിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങുന്നത്. അന്നേരം അത് പിന്നെ ഞാൻ മദറിൻ്റെ ഇങ്ങനെ ഈ ഡയറി കുറിപ്പുകൾ ഇങ്ങനെ വായിച്ചപ്പോൾ മദറിന് ബൈബിളിൽ നിന്ന് ഏറ്റവും മദറിനെ സ്പർശിച്ച വചനം അതാ. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാനും ഇറങ്ങുന്നത്. അപ്പം ഞാൻ അവിടെ ഇറങ്ങിയപ്പോഴത്തേന് ശരിക്കും മദറിനെ സ്വീകരിക്കാൻ പറ്റിയ ഷർട്ടൊക്കെ അങ്ങോട്ട് മണവും പിടിച്ച് കളറും മാറി, ഇങ്ങനെ ഇതായിട്ടേ കളറും മാറി ആകെ മുഷിഞ്ഞതായി. അങ്ങനെ ഇറങ്ങി. അന്നേരം ശരിക്കും അവിടെ ചെന്നപ്പോഴത്തേനും മദർ സ്വീകരിച്ചു കേട്ടോ, മദറിനെ സ്വീകരിക്കാവുന്ന പോലത്തെ എന്നിട്ട് പിന്നെ അവിടുന്ന് ഈ അച്ഛനും ഫോൺ വിളിച്ച്, അച്ഛൻ്റെ കുറേ ആശ്രമങ്ങളുടെ ഇതുണ്ടായിരുന്നു, റെസ്റ്റ് എടുക്കണമല്ലോ മടുത്തിട്ട് അച്ഛനെ ഇച്ചിരി. എന്നിട്ട് അച്ഛൻ വിളിച്ചിട്ടൊന്നും ഫോൺ കിട്ടുന്നില്ല ഗുരുത്വം പോലെ. എന്നാൽ ഞാൻ പറഞ്ഞു എന്നാൽ മദറിനെ കിടത്തിയിരിക്കുന്നിടത്തേക്ക് പോകാം. അന്ന് 12-ാം തീയതിയാണ്, പിറ്റേ ദിവസം അടക്ക്. അവിടെ മദറിനെ ഇതിന് കിടത്തിയിട്ടുണ്ട്, ഈ പൊതു ജംഗ്ഷനിൽ. അന്നേരം അവിടെയോട്ട് പോകാമെന്ന് പറഞ്ഞ് ടാക്സി അന്വേഷിച്ചു. അപ്പോൾ നമ്മളവിടെ ഹൗറ എന്ന് പറയുന്ന ഏഷ്യയിൽ 1-ാമത്തെ 2-ാമത്തെ അങ്ങോട്ട് വലിയ ഇതാണല്ലോ. അപ്പോൾ അവിടെ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട് ടാക്സി പിടിച്ചോണമെന്നുള്ള അവരുടെ വകുപ്പ്, അല്ല നമ്മൾ എടുത്തു വെച്ച് എവിടെയെങ്കിലും കൊണ്ടുപോകുന്നുള്ള രീതിയില്ല. അന്നേരം ഏതൊക്കെയാലും എന്നാൽ പിന്നെ പോയേക്കാന്ന് പറഞ്ഞിട്ട് ടാക്സിയൊക്കെ പിടിച്ച് അവിടെ മദറിനെ കിടത്തിയിരിക്കുന്നിടത്ത് ചെന്നേ.
എങ്ങനെയാണ് നേരത്തേനും ഇവിടെ ഈ പ്രദേശം മുഴുവൻ പട്ടാളവും പോലീസും കൊണ്ട്, അതുപോലെ ഇന്ത്യയിൽ ഒരിക്കലും പട്ടാളം ഇത് ചെയ്തിട്ട് കാണില്ല. അതുപോലെ ലോക നേതാക്കൾ വരുന്നുണ്ടല്ലോ, അപ്പോൾ അതുപോലെ പട്ടാളവും പോലീസും എല്ലാം ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ മനുഷ്യന് കണ്ടേച്ചിറങ്ങി വരാനുള്ള ഒരു ഇതിട്ടിട്ടുണ്ട്. അപ്പോൾ അതിലെ ഒത്തിരി പേരിങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ 2 ഉടുപ്പിട്ട അച്ഛന്മാരാണ്. അപ്പോൾ അവരിറങ്ങി അന്നേരം അങ്ങനെ കണ്ടു. അപ്പോൾ ഞാനിങ്ങനെ റോഡ് ക്രോസ് ചെയ്യാനൊക്കെ ഒത്തിരി വീതിയുണ്ട്. അതൊക്കെ റോഡ് എങ്ങനെയും നടക്കാനുള്ള ദൂരമൊന്നും ഇല്ല. എന്നാലും പോയി അവരെ കണ്ട് അവരോട് പറഞ്ഞ് ഞാനിങ്ങനെ ഇടയ്ക്കിന് വന്ന് അവരെ നമ്മളെ കാണുമ്പോൾ തന്നെ ഒരു പിടി കിട്ടും നമ്മൾ വന്നതിൻ്റെ അവസ്ഥകളൊക്കെ. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു സമയം തീർന്നു, ഇനി മദർ അങ്ങനെ കാണത്തില്ല, കേന്ദ്ര ഗവൺമെൻറ് ബോഡി ഡ്രസ്സ് ചെയ്യാനായിട്ട് എടുത്തു, അത് കാരണം ഇനി കാണാൻ പറ്റത്തില്ല, അതിനുള്ള സമയം തീർന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം അവർ പറഞ്ഞു അച്ഛനും എല്ലാം കൂടെ ആലോചിച്ചിട്ട് അച്ഛൻ്റെ കൂടെ അന്ന് അവർ താമസിക്കുന്ന ഈ കൽക്കട്ട ജോസഫിയേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കോട്ടയത്തുള്ള ഒരാളാണ്. അവിടെ കൽക്കട്ടയിൽ അവർക്ക് വലിയൊരു ബംഗ്ലാവൊക്കെ ഉണ്ട്. ഇവിടുന്ന് പോകുന്ന അച്ഛന്മാരും മെത്രാന്മാരും ഒക്കെ അവിടെ താമസിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഈ അച്ഛന്മാർ താമസിക്കുന്നത്. അവർ വടവാസു സെമിനാരിലെ 2 അച്ഛന്മാരാണ്, ഒരു ജോർജ് അച്ഛനും ഒരു മാത്യു അച്ഛനും. അപ്പോൾ ഇവരോട് പറഞ്ഞിട്ട് ഞങ്ങളെ കൂടെ ആ കൂട്ടത്തിൽ പോയി. അപ്പോൾ അവിടുത്തെ ഈ ജോസഫിയേട്ടൻ്റെ മരുമകൾ ഒരു രമണി ചേച്ചിയുണ്ട്, അന്നത്തെ മദർ തെരേസയുടെ സെക്രട്ടറിയുടെ ആങ്ങളെയുണ്ട്, സിസ്റ്റർ ജോയൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തൃശ്ശൂരുകാരിയായിരുന്നു കേട്ടോ. സിസ്റ്റർ ജോയൽ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ആങ്ങളെയുണ്ട്, ജോർജ് ചേട്ടൻ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അന്നേരം മദറിൻ്റെ ഇതുണ്ടല്ലോ, മദറിൻ്റെ ഏറ്റവും അടുത്ത ആളുടെ ആങ്ങളെയായി അവിടെ. അങ്ങനെ പോയി. അന്നേരം ജോസഫിയേൻ്റെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ഞാൻ ദാഹിച്ച് പരവശം എടുത്തിരിക്കുകയല്ലേ, ഞാനൊരു ജഗ് വെള്ളം കുടിച്ചെന്നാണ് തോന്നുന്നത്. ആദ്യം വെള്ളം മേടിച്ച് കുടിച്ചപ്പോൾ അതുപോലെ നമുക്ക് ദാഹം വന്നാൽ അതുപോലെ മരിച്ചു പോകുന്ന അവസ്ഥയല്ലേ, കുടിച്ചു. പിന്നെ അന്നേരം എനിക്ക് ഡ്രസ്സിൻ്റെ ഷർട്ടിൻ്റെ ഭയങ്കര ഒരു അസ്വസ്ഥയുണ്ട്, അതിൻ്റെ അത് വല്ലാതെ ബാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് അത്താഴമൊക്കെ തന്നു. എന്നിട്ട് അവരുടെ വീട്ടിൽ ആദ്യകാലത്ത് മദർ വീട്ടുമുറ്റത്ത് ഇങ്ങനെ ആദ്യമായിട്ടാണ് അങ്ങനെ പഠിപ്പിച്ചൊരു സ്ഥലമാണ്. അപ്പോൾ മദർ ഹൗസുമായിട്ട് ഈ ജോസഫിയേൻ്റെ വീട്ടുകാർക്ക് ബന്ധമുണ്ട്, അവിടെ ഷെഡ് കെട്ടി പഠിപ്പിച്ചതാണ് മദർ തെരേസയായി. അപ്പോൾ അങ്ങനെ മദറുമായിട്ട് ബന്ധമുണ്ട്. അന്നേരം അവരൊന്ന് വിളിച്ചൊക്കെ നോക്കി എങ്ങനെയാലും കയറി ഒന്ന് കാണിക്കാവുന്നേ. പക്ഷേ എനിക്ക് സങ്കടം വരുന്നില്ല, കാരണം ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഇങ്ങനെ മദർ തെരേസയുടെ അടക്കം അങ്ങനെ കയറി പങ്കെടുക്കാനുള്ള ഒരെണ്ണം എനിക്കില്ല. ഇങ്ങനെ മദറിൻ്റെ ബോഡി ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേനും വഴിയരികിൽ കൽക്കട്ടയിലെ ശുശ്രൂഷ കിട്ടിയ ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാരിങ്ങനെ നിൽക്കുമല്ലോ. അപ്പോൾ ഏറ്റവും പാവപ്പെട്ടവർ, അതൊരു വലിയ പ്രത്യേക അടക്കമാണല്ലോ, ഇങ്ങനെ മദറിനെ പോലെ വേറെ ആരും ഇല്ലല്ലോ. അപ്പം അങ്ങനെ അവരുടെ കൂട്ടത്തിലൊന്ന് നിന്ന് അവരുടെ വികാരങ്ങളോടൊന്ന് ഐക്യപ്പെടണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് വലിയ സങ്കടമൊന്നും വന്നില്ല ഇങ്ങനെ കയറി കാണാത്തതിൽ വന്നേ. അപ്പം അന്നേരം പിന്നെ അവിടെ താമസിക്കാനുള്ള ആൾക്കാരൊക്കെ വന്ന് ഗസ്റ്റുകൾ ഒത്തിരി പേരായിരുന്നു. അതുകൊണ്ട് അവർ നോക്കുന്ന നമ്മുടെ ഇന്ത്യയിലെ സയൻറ്റിസ്റ്റുകളിൽ ഒരു 5 പേരിൽ പ്രധാനപ്പെട്ട ജെസ്സി ബോസ് എന്ന് കേട്ടിട്ടില്ലേ? ജെസ്സി ബോസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ശാസ്ത്രജ്ഞനുണ്ട്. അപ്പോൾ അവരുടെ വീട് അത് കൽക്കട്ടയിലാണ്, ഇവരുടെ അടുത്താണ്. അവരുടെ വീട് ബംഗ്ലാവാണ്, അത് നോക്കുന്ന ഇവരാണ്. അന്നേരം ഞങ്ങളെ പിന്നെ അവർ പ്രശ്നമൊക്കെ തന്നു. പിന്നെ അവരുടെ കാറയിലൊക്കെ അവിടെ ചെന്ന പിന്നെ ഡ്രസ്സ് മുഷിച്ചാന്ന് ഒഴിച്ച് ബാക്കിയെല്ലാം പിന്നെ കാറയിലെ യാത്ര, താമസം ബംഗ്ലാവിൽ, അതും ജെസ്സി ബോസിൻ്റെ വീട്ടിലല്ലേ, അങ്ങനെ താമസിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വൈകിട്ട് ഒരെണ്ണം മേടിക്കാനൊന്നും പറ്റുന്നില്ലല്ലോ, അത് കാരണം ഞാൻ ഓർത്ത് ഇങ്ങനെ വെനീനൊക്കെ ഒന്ന് ഊരി പിഴിഞ്ഞിട്ടു. പിന്നെ അവിടെ കിടന്നുറങ്ങി. ദിവസം ഒരു നേരം എടുത്തപ്പോൾ അവരുടെ ജോസഫിയേൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കാർ വന്നിട്ട് ഞങ്ങളെ ജോസഫിയേൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അവിടെ എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് തന്നു. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് തന്നപ്പോൾ അവർ പറഞ്ഞു, മദർ പ്രത്യേകം ഇടപെട്ട് കാണുമെന്നല്ല ഇടപെട്ടു. എന്നിട്ട് മദർ അങ്ങനെ അവർ രാത്രി മുഴുവൻ ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് ഈ മദറിനെ അടക്കുന്നത് ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിൽ 20,000 പേർക്ക് കയറാവുന്ന AC ചെയ്താണ് ക്രിക്കറ്റൊക്കെ നടത്തുന്നത്. അപ്പോൾ അതിനകത്ത് 12,000 പേർക്ക് കയറത്തുള്ളൂ. അപ്പോൾ ആ കയറുന്ന ഓരോ സീറ്റിനും ഏത് സീറ്റിൻ്റെ പാസ്സാണോ കിട്ടുന്നത് ആ സീറ്റിലേ നമുക്ക് ഇരിക്കത്തുള്ളൂ. ലോക നേതാക്കളെല്ലാം വരുന്നതല്ല, അതുപോലെ സെക്യൂരിറ്റി ആയതുകൊണ്ട്. അപ്പോൾ അവർ അന്വേഷിച്ചിട്ട് ഈ പാസ് സംഘടിപ്പിച്ചു. അതിനകത്ത് ഈ കയറാനുള്ള ഒരെണ്ണം കിട്ടി. ഒരെണ്ണമല്ല, 3-4 ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ കിട്ടി. അത് പറഞ്ഞു അന്നേരത്തിനും നമുക്ക് ഇതായല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഷർട്ടിൻ്റെ കാര്യം അപ്പോഴും എന്നെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. സ്മെല്ലിങ്ങും ഒക്കെ ആയതുകൊണ്ട് ഇവരോടൊക്കെ വണ്ടിയിൽ നിന്ന് പോകുന്നൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ. അന്നേരം ഈ ജോർജ് എന്ന് പറയുന്ന ആൾക്ക് എനിക്കൊരു ഷർട്ട് തരണമെന്നുണ്ട്. പക്ഷേ അച്ഛനൊരു മടിയെ ചിലർക്കുണ്ടല്ലോ ഇങ്ങനെ നമുക്കൊന്ന് തരാനൊരു മടിയെ. അത് കാരണം മാത്യുച്ചൻ്റെ കൂടത്തിൽ ജോർജനൊരു ഷർട്ട് തന്നു. അപ്പോൾ ആര് തന്നാലും ഇടാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ഏതൊക്കെയാലും മേടിച്ചിട്ട് അന്നേരം അത്രയും ആശ്വാസമായി. അതുമായിട്ടാണ് പിന്നെ അവരുടെ വണ്ടിയെ തന്നെ പോകാവുന്നിടത്തോളം പോയി. പിന്നെ മൊത്തം അങ്ങ് വണ്ടിയെ പോകത്തില്ല, നടക്കണമായിരുന്നു. അപ്പോൾ അത് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മുഴുവൻ എന്ന് പറഞ്ഞാൽ പട്ടാളവും പോലീസുമായിട്ട് ഇങ്ങനെ അവിടെ മുഴുവൻ ഇങ്ങനെ നിറഞ്ഞിരിക്കുക. അപ്പം അതിനകത്ത് നടന്ന് അങ്ങനെ ചെന്ന് 8:30 കയറണം, 9-നായിരുന്നു നടക്കിൻ്റെ ശുശ്രൂഷകൾ. അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ഈ പാസ് കിട്ടിയ അതല്ലേ ഇരിക്കത്തുള്ളൂ സീറ്റേൽ. അപ്പോൾ ഇങ്ങനെ ഒന്നും അകലം വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ അന്നേരം ഇങ്ങനെ ഈ നടുക്ക് ഈ മദർ തെരേസയുടെ ബോഡി വെച്ച് ഇങ്ങനെ
ശുശ്രൂഷ നടക്കുന്ന ഈ ഇവിടെ ഇങ്ങനെ ഇച്ചിരി കൂടെ അകലമുണ്ട്. അവിടെയാണെങ്കിൽ അതിന് അപ്പുറത്ത് നമ്മുടെ പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും സോണിയാഗാന്ധിയും അങ്ങനെ അവർ ലോകത്തിൽ നിന്ന് വന്ന ഒത്തിരി പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും രാജാക്കന്മാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം അവിടെ ഇരിക്കുന്നു, നേരെ ഓപ്പോസിറ്റ് സീറ്റ്. നേരത്തിനും ഇങ്ങനെ ഈ പാസേ VVIP വന്നാൽ കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നതായിരുന്നു. ഞാൻ അടക്കം കഴിഞ്ഞിട്ട് വെച്ച് കാര്യമില്ലല്ലോ. അന്നേരം ഇവർ ഇങ്ങനെ ചെയ്തപ്പോൾ മദർ ബോക്സുമായിട്ട് ഇപ്പോൾ ബന്ധമുള്ളതുകൊണ്ട് ഇവർക്ക് കിട്ടിയതാണ്. അങ്ങനെ കിട്ടി. അവരുടെ മധ്യത്തിൽ സിറ്റുവേഷൻ പോലും അങ്ങ് അകലെയാണ് കിട്ടിയത്. അവർക്ക് മറ്റവർക്ക് ഒക്കെ ഒത്തിരി അകലെയാണ് കിട്ടിയത്. പക്ഷേ ഇങ്ങനെ നേരെ കിട്ടി. അപ്പം ഞാൻ ആ സമയം എല്ലാവരും ഇങ്ങനെ കരയുമായിരുന്നേ. അന്നേരം സങ്കീർത്തന വിഷയം ഇങ്ങനെ നമ്മുടെ ഇപ്പോഴത്തെ ആ വീടിൻ്റെ അന്ന് പൊടിയായിട്ടാണ് കിടക്കുന്നത്. ശരിക്കും ഒരു സങ്കീർത്തനം അന്നേരം ഓർപ്പിച്ച്, ദരിദ്രരെ പൊടിയിൽ നിന്നും ചാരക്കൂനയിൽ നിന്നും ഉയർത്തി രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും കൂടി ഇരുത്തുന്നേ. ശരിക്കും അന്ന് പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും അല്ലാതെ ചില രാജ്യങ്ങളുടെ രാജാക്കന്മാരുണ്ടല്ലോ, അവരും ഉണ്ടായിരുന്നു ശരിക്കും. അങ്ങനെ അന്നേരം ഞാൻ മുഴുവൻ 3 മണിക്കൂറാണ് ശുശ്രൂഷയെ. ഇന്ത്യ കർദിനാളന്മാർ കൂടുന്നു. അപ്പം അത് ലോകത്തിലെ 12,000 പേർക്ക് ഇതിനകത്ത് എങ്ങനെയാണെങ്കിലും കയറത്തുള്ളായിരുന്നു. അങ്ങനെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ കൂടി അത് കഴിഞ്ഞ് പിന്നെ എന്നാലും നമ്മൾ വേറൊരു അന്തരീക്ഷത്തിലാകും കേട്ടോ. നമുക്ക് പറഞ്ഞു അവതരിപ്പിക്കാൻ പറ്റാത്ത ലോകത്തിലിപ്പോൾ അൽഫൻസാമയുടെ അടക്ക് കൂടിയെന്ന് പറയുന്നൊരു നമുക്കൊരു അതിശയമാണല്ലോ. ഇത് മദർ തെരേസ എന്ന് പറഞ്ഞാൽ പോപ്പുലർ സെയിൻസ് ഏതാനും പേരേ ഉള്ളൂ. ഇപ്പം നമുക്കൊക്കെ അൽഫൻസാമയൊക്കെ അറിയത്തില്ല. ലോകത്തിൽ എല്ലായിടത്തൂടെ ചെന്ന സെൻറ്റ് ഫ്രാൻസിസ് അങ്ങനെ കുറേ ഒരു 10-70 താഴെ പോപ്പുലർ സെയിൻസേ ഉള്ളൂ. അതിലെ ഏറ്റവും വലിയ പോപ്പുലർ സെയിൻ്റാണെന്ന് ഇത് ഓർക്കണം. ലോകത്തിൽ ഇത്രയും മാധ്യമ ശ്രദ്ധയിലും ഇത്രയും ജനങ്ങൾ കണ്ടതും കേട്ടതുമായിട്ടുള്ള വേറെ ആരുമില്ല മദറിന് ചൊല്ലുകയും. അപ്പോൾ അന്നേരം നമുക്ക് അങ്ങനെ മദറിൻ്റെ അതിൻ്റെ കാരുണ്യത്തിൻ്റെ ഇതുകൂടെ ഉണ്ടല്ലോ. അപ്പോൾ അടക്ക് അന്നേരത്തിന് നമ്മുടെ മൈൻഡ് എല്ലാം വേറെ ഒരു ഇതിലായേ. അത് ഞങ്ങൾ തിരിച്ച് പിന്നെ ജോസ്ഫിയാൻ്റെ വീട്ടിൽ വന്നു. അന്നേരം വൈകുന്നേരം അവിടെ അവരുടെ ഒരു പ്രഹാളുണ്ട് വലിയ, അതിനകത്ത് വെച്ച് ഇതുണ്ടായിരുന്നു, പ്രാർത്ഥനയുണ്ടായിരുന്നു. അതായത് ഈ തേസ്യ മൂവ്മെൻറ്റിൻ്റെ ഒരു ബ്രദർ റോജറിനെ കേട്ടിട്ടുണ്ടോ? തേസ്യ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്രാൻസിലുള്ള വലിയ അന്ന് ഈ യുദ്ധത്തിൻ്റെ ശേഷം അവിടെ റോജറാണ് വലിയ ലോകപ്രസിദ്ധനാണ്. മദറിനെ പോലെ യൂറോപ്പ് ഇത് ചെയ്യുന്നതാണ്. ബ്രദർ റോജറൊക്കെ അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. പുള്ളിയെ പ്രാർത്ഥനയൊക്കെ ലീഡ് ചെയ്ത് അപ്പോൾ അവരോടൊക്കെ പരിചയപ്പെട്ടു. എന്നിട്ട് പിന്നെ വൈകിട്ട് ഇപ്പുറത്തെ ജെസിബോസിൻ്റെ വീട്ടിൽ പോയി താമസിച്ചു. പിന്നെ പിറ്റേ ദിവസം മദറിനെ അടക്കിയത് ശുശ്രൂഷ അവിടെയാണെങ്കിലും മദർ ഹൗസിലാണ് അടക്കിയത്. അന്നേരം പിറ്റേ ദിവസം ആദ്യം നടന്ന കുർബാനയെ ആയിരിക്കും ഒരു 5:30 ആ സമയത്ത് കുർബാനയെ അന്നേരത്തിന് മാർബിളൊക്കെ ഇട്ട് നമ്മുടെ അൽഫൻസാമയുടെ ശരീരം പോലെ ആക്കിയായിരുന്നു നമ്മുടെ മദറിൻ്റെ. അപ്പോൾ അവിടെ നടന്ന ആദ്യത്തെ കുർബാനയായിരിക്കും. അതിൽ പങ്കെടുത്തു. ഒരു യൂറോപ്യൻ ബിഷപ്പും പിന്നെ ഈ അച്ഛന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ മദർ ജീവിച്ച ഒരു 50 വർഷം ജീവിച്ച ഒരു സ്ഥലമാണല്ലോ അത്. അതിൻ്റെ ഒരു ഭയങ്കരം എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര നമുക്ക് പറഞ്ഞാൽ അയക്കത്തില്ലേ. അപ്പോൾ അവിടെ കുറേ സമയം അവിടെ ആയിരിക്കാനൊത്തു. മദറിൻ്റെ പിൻഗാമി ആയിരുന്നു നിർമ്മല സിസ്റ്റനെയൊക്കെ കണ്ടു. പിന്നെ ജോൽ സിസ്റ്ററിനോട് അന്നേരം ഒരു പേന കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. മദർ എഴുതിക്കൊണ്ടിരുന്നു. അതിന് ജോൽ സിസ്റ്റർ പിന്നെ നോക്കിയപ്പോൾ അതിനത് പൂട്ടി. തിരിശേഷിപ്പാണല്ലോ പിന്നെ. അത് കാരണം അത് കിട്ടിയില്ല. സങ്കടമൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ ലോക നേതാക്കളൊക്കെ കൂടെ വരുന്നുണ്ട്. അന്ന് അവിടെ പങ്കെടുത്തവരൊക്കെ ഇത് കാണാൻ വരുന്നുണ്ടായിരുന്നു. ഒരു കുറേ പേരൊക്കെ ഉണ്ട് അങ്ങനെ ശവകുടീരത്തിൻ്റെ അടുത്ത്. പിന്നെ അവിടെ തിരിച്ച് ഇവിടെ വന്നു. നമ്മുടെ ജോസഫിയുടെ വീട്ടിൽ വീണ്ടും വന്നു. അന്ന് സെപ്റ്റംബർ 14 ഓണമായിരുന്നു അന്നത്തെ. ആ ഓണസദ്യയിൽ പങ്കെടുത്തു. അന്നേരത്തിന് ഈ ജോയൽ സിസ്റ്ററിൻ്റെ സെക്രട്ടറിയുടെ ആങ്ങളെ ഉണ്ടല്ലോ അവിടെ. അന്നേരം അതുകൊണ്ട് സിസ്റ്റർ ജോയലും അവിടെ വന്നു, വീട്ടിലോട്ട് വന്നു. അവിടെ വന്ന് അപ്പം സിസ്റ്റർ ജോയൽ വന്നപ്പം സിസ്റ്റർ ജോയൽ ഈ മദറിനെ അടക്കുന്നതിന് ഏറ്റവും അവസാനം തൊട്ട് ലാസ്റ്റ് ആയിട്ട് ഇങ്ങനെ മദറിൻ്റെ മുഖം ഒരു ചെറിയ കോട്ടൻ തുണി എടുത്തിട്ടേ തുടച്ച് തിരിശേഷിപ്പാക്കാൻ വേണ്ടി അവസാനത്തെയാണല്ലോ ലോകത്തിൽ എത്ര പേരുടെ മുഖം തുടച്ച അമ്മയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയിലായിരിക്കും അങ്ങനെ എടുത്തിട്ട് അങ്ങനെ അന്നേരം അത് കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്കെല്ലാം എല്ലാവർക്കും കൊടുത്തു. എനിക്ക് ഇങ്ങനെ ഇത്രയും രീതിയിൽ ഒരെണ്ണം കിട്ടിയേ. എന്നിട്ട് അത് ഞാനിവിടെ വന്ന ആൾക്കാർ അറിഞ്ഞു. അന്നേരത്തിന് വന്ന് ആദ്യമൊക്കെ ഇത്രയൊക്കെ ചെറുതായിട്ട് കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നൂലായിട്ടാണ് കൊടുത്തത്. ആ നൂല് പോലും ആ ദിവസങ്ങളിൽ അത്ഭുതം രോഗശാന്തിയൊക്കെ ഉണ്ടായി കേട്ടോ പലർക്കും. ഇപ്പോൾ അത് എൻ്റെ കയ്യിൽ മൊത്തം തീർന്നായിരുന്നു. ഇവിടെ ഇച്ചിരി ഇരിപ്പുണ്ട്, അത് എടുക്കത്തില്ലെന്ന് തോന്നുന്നു. അതിനകത്ത് ഉണ്ട്. എന്നിട്ട് അത് ഞാൻ പിന്നെ ഈ അച്ഛനോട് പോയി മേടിക്കുകയല്ലേ, ജോർജ് അച്ഛൻ ഇവിടുന്ന് തീർന്നപ്പോഴേ. എന്നിട്ട് പിന്നെ അങ്ങനെ തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സിസ്റ്റർ ജോയൽ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് അവിടെ അടക്കിന് വന്ന മദർ സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് ട്രെയിന് സ്ലീപ്പർ കോച്ച് വരാനുള്ള 2 ഇതുണ്ട്. അപ്പോൾ അതിനകത്ത് ഫ്രീ ആയിട്ട് വരാനുള്ള ഇതും മേടിച്ച് തന്നു. അങ്ങനെ തിരിച്ചു പോന്നു. തിരിച്ചു വന്ന് ഇവിടെ തിരിച്ച് പിന്നെ ഈ ഉടുപ്പ് വന്ന ജോർജ് അച്ഛൻ ഇപ്പോഴത്തെ കോതമംഗലത്തിൻ്റെ പിതാവാണ്. ഉടുപ്പ് വന്നെന്ന് പറയുന്നത്. മറ്റേതൊരു മാത്യു
മണക്കാട്ടച്ചൻ മോനുണ്ട് ഈ കോട്ടയം മടവാത് വിദ്യാപീഠത്തിൻ്റെ ഒക്കെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. പിന്നെ അവരങ്ങനെ അങ്ങനെ വന്നു. പിന്നെ ഇവർക്ക് രണ്ടിനും പങ്കെടുക്കാൻ ഒത്തില്ല കേട്ടോ, അത് അതിനേക്കാളും ഇത് ഈ ബിൽ ക്ലിൻ്റനും നെൽസൺ മണ്ടേലയ്ക്കും ഇതിനകത്ത് പങ്കെടുക്കാൻ ഒത്തില്ല. അല്ല അവർക്കേ അവർ പിന്നെ എന്തോ കാരണത്താൽ അവർക്ക് പങ്കെടുക്കാൻ ഒത്തില്ല. പക്ഷെ അത് ദൈവത്തിൻ്റെ ഒരു പർപ്പസ് ആയിട്ട് ഇങ്ങനെ നമുക്ക് വേണ്ടി മാറ്റി വെക്കാൻ പറ്റത്തില്ല. അന്ന് എങ്ങനെയാലും ദൈവം അങ്ങനെ മാറ്റി വെച്ചിട്ട് അതിനകത്ത് പങ്കെടുത്തു. ഇങ്ങനെ അത് എല്ലാവരും ഞാൻ പിന്നെ ഓർക്കുമ്പോഴാണ് കൃത്യം സെപ്റ്റംബർ 5 മരിച്ച് അങ്ങനെയൊക്കെ മരിച്ചാലല്ലേ ഈ സെപ്റ്റംബർ 10 ഇൻസ്പിറേഷൻ ഡേക്ക് നമുക്ക് കൃത്യം അങ്ങനെ ഇറങ്ങിത്തിരിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കയ്യിൽ ഈ 5 രൂപ ആക്കിയെടുക്കുകയും എല്ലാം ചെയ്ത് അങ്ങനെ എന്നാൽ ഇവർക്ക് വേണ്ടി അത് മാറ്റി വെപ്പിച്ച് അവർക്ക് വരാനും പറ്റിയില്ല. അങ്ങനെ ദൈവത്തിൻ്റെ ഒരു വട്ടുകളിച്ച് പോക്ക്. പക്ഷേ നമുക്കത് ദൈവത്തിൻ്റെ ഒരു ഓർക്കുമ്പോൾ അത് ഭയങ്കര ശരിക്കും നമ്മൾ പോലും അങ്ങനെ നമുക്കറിയത്തില്ല. ഏതൊരു ഫോഴ്സ് ഇങ്ങനെ കൊണ്ടുപോവുകയാണേ നമ്മൾ പുറകോട്ട് നമ്മളെ വലിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അത് കൊണ്ടുപോയിട്ട് ഈ വെട്ടുകളികളെ എല്ലാം അങ്ങ് ആശ്രവദിച്ചേ അത് ഏറ്റവും ക്ലൈമാക്സിൽ അങ്ങ് ഉയർത്തുമല്ലേ. ജീവിതത്തിലെ വലിയൊരു അനുഭവമായി. അത് ഭയങ്കരേ നമുക്കത് ഓർത്തിരിക്കാനും ആ ദൈവം ഇങ്ങനെ ഇടപെടുന്നുണ്ട്. അതെ 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 അതെ. ഇതിൻ്റെ എല്ലാ കഷ്ടപ്പാടും നമ്മൾ കുറേ സ്ട്രഗിളുകളൊക്കെ നമുക്ക് കാണുമായിരിക്കും. പക്ഷെ ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടിയില്ലേ, ദൈവത്തിൻ്റെ ഒരു പദ്ധതിയിൽ ഞാൻ അവിടെ ഈ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് അവിടെ അവരായി നമ്മൾ തീർത്തിട്ടാണല്ലോ പോകുന്നത്. അവിടെ ചെന്ന് അന്നേരം ഇറങ്ങാമെന്ന് വിചാരിച്ച് പോയി. പക്ഷേ 1 മണിക്കൂർ കഴിഞ്ഞാണ് അതിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ കണക്ക് കൂട്ടുന്നതനുസരിച്ച് അന്നേരം ഇറങ്ങിയിരുന്ന് ഒന്നും നടക്കത്തില്ല. അവിടെ നിന്നിട്ട് ഇങ്ങ് പോരാനേ പറ്റത്തുള്ളൂ. ഈ 1 മണിക്കൂർ ലേറ്റായി പിന്നെ ടാക്സിയൊക്കെ പിടിച്ച് ഇവരെ രണ്ടിനെ കാണുന്നില്ലെങ്കിൽ ഈ അച്ഛന്മാരെ കാണുന്നില്ലെങ്കിൽ നമുക്ക് കയറത്തില്ല. അപ്പോൾ ഞാൻ ഓർത്തേ ജീവിതത്തിൽ നമ്മൾ ഓർക്കുന്ന ഓരോ തടസ്സങ്ങളും ഓരോ താമസങ്ങളും ഒക്കെ ദൈവത്തിൻ്റെ പദ്ധതിയിലെ വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതിയുടെ മാറ്റിവെപ്പുകൾ അങ്ങനെ ഒത്തിരി ഉണ്ട്. എക്സാമ്പിൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെ നമുക്കൊരു ഭയം ഉണ്ടല്ലോ, ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞു നോക്കൊണ്ടൊക്കെ. അപ്പം അന്നേരം 1 or 2 ഇത് കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് ഒരു CRPFൻ്റെ വലിയൊരു കുറേ പോലീസുകാർ, ഒരു 10-30 പോലീസുകാർ കയറി. അന്നേരം ഭയങ്കര സെക്യൂരിറ്റി അല്ലോ നമുക്ക്. നമ്മുടെ അത് കഴിഞ്ഞ് അവരിറങ്ങിക്കഴിഞ്ഞപ്പം ഞാനിങ്ങനെ ഇരുന്നതിൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ഒരാൾ വന്നിരുന്നു. അന്നേരം ആ പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി ആർമിയിലെ വലിയ ഉദ്യോഗസ്ഥന്. പിന്നെ അവസാനം വരെ അങ്ങനെ ഒരു സെക്യുലർ സെക്യൂരിറ്റി പോലും തന്നാ കൊണ്ടുപോകും. അതെ 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 അതെ. ബ്രദറിന് മദർ തെരേസയോടുള്ള ഒരു ഇതുണ്ടായിരുന്നു അല്ലേ? അത് മദർ അതുപോലെ ടേക്ക് കെയർ ചെയ്ത് ദൈവം കൂടെ ടേക്ക് കെയർ ചെയ്ത് അതിലിങ്ങനെ കൃത്യമൊക്കെ മരിപ്പിച്ചില്ലേ സെപ്റ്റംബർ. അതെ അതെ അതെ